ശ്രീ സി പി റോയ്, താങ്കൾ കേൾക്കുന്നുണ്ടോ? റൈറ്റ്. ശ്രീ ടി എം തോമസ് ഐസക്, നേരത്തെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. താങ്കൾ ക്ഷമിക്കണം. താങ്കൾ നേരത്തെ പറഞ്ഞത് തുടർന്നോളൂ. എനിക്ക് താങ്കളുടെ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമായില്ല, അതുകൊണ്ടാണ്. സുപ്രീം കോടതി നമ്മുടെ നിലപാടുകളെ പാടെ തിരസ്കരിച്ചിരിക്കുകയാണ്. 2006 നിലപാടുകൾ വീണ്ടും കൂടുതൽ കർക്കശമായിട്ട് ആവർത്തിച്ചിരിക്കുകയാണ്. 886 കരാർ അതിന് സാധുത നഷ്ടപ്പെട്ടില്ല. 1947 വളരെ ഖണ്ഡിതമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. 2, കേരള നിയമസഭ പാസാക്കിയ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു നിഗമനമാണ്. അത് നിയമപരമായിട്ടുള്ള പ്രശ്നമല്ല. ഈ അണക്കെട്ട് സുരക്ഷിതമാണ്. അതുകൊണ്ട് ബദല് ഒന്ന് ആവശ്യമുള്ളതല്ല. ആ വിധിയുടെ എനിക്കറിയില്ല, സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകുന്നു. താങ്കളെ ലൈവിൽ കിട്ടുന്നുമില്ല. തോമസ് ഐസക്, കേൾക്കാമോ? താങ്കൾക്ക് തടസ്സമുണ്ടാകുന്നുണ്ട്, എനിക്കറിയാം. എനിക്ക് കേൾക്കാം. പറയൂ ദയവായി. അപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരു റിവ്യൂ ഹർജിയിൽ പോലും ഈ നിലപാട് തിരുത്തേണ്ട ഒരു സമീപനം സുപ്രീം കോടതി കൈക്കൊള്ളും എന്ന് കരുതാൻ വളരെ പ്രയാസമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ കരണീയമായിട്ടുള്ള കാര്യം എന്താ? നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രശ്നം എന്താണ്? ഡാമിന്റെ സുരക്ഷയെക്കുറിച്ച് തന്നെയാണ്. അതിന് ഇടുക്കിയിലെ ജനങ്ങൾക്കുള്ള ആശങ്ക, ഇനി താഴത്തേക്ക് പെരിയാർ നദീതടത്തിൽ ഉണ്ടാകുന്ന ജനങ്ങൾക്കുള്ള ആശങ്ക. റൈറ്റ്. ശ്രീ ടി എം തോമസ് ഐസക്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. സി പി റോയ് ഇപ്പോൾ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ സി പി റോയ്, ഞാൻ താങ്കളോട് ചോദിച്ചത് വലിയ പ്രക്ഷോഭങ്ങൾ, കേരളത്തിലെ 40 ലക്ഷം വരുന്ന ജനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് വലിയ സമരമുഖങ്ങൾ തുറന്ന സമയത്ത് അതിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന ആവേശത്തോടുകൂടി നിന്നിരുന്ന വ്യക്തിയാണ് താങ്കൾ. പിന്നീട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷ സംബന്ധിച്ച് ഇത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന നാടകീയമായ രീതിയിൽ നിലപാട് മാറ്റി താങ്കൾ. ഇപ്പോൾ സുപ്രീം കോടതി വിധി തമിഴ്നാടിന് അനുകൂലമായി വരുമ്പോൾ താങ്കൾ ഉന്നയിച്ച അല്ലെങ്കിൽ താങ്കൾ തിരുത്തി പറഞ്ഞ വാദങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയാണോ? ഒരു ഘട്ടത്തിലും സമരത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുമ്പോഴും സമരത്തിൽ നിന്ന് പിന്മാറിയ ശേഷവും ഒരു ഘട്ടത്തിലും മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണ് എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന നിലയിലാണ് ഒരു പുതിയ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തി. കാരണം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ ഡാം പൊട്ടി ഒഴുകി വരുന്ന വെള്ളമാണ് യഥാർത്ഥ പ്രശ്നം. ആ ജലനിരപ്പ് താഴ്ത്താൻ ഒരു പുതിയ ടണൽ കുഴിച്ച് പ്രശ്നം പരിഹരിക്കണം, ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നൊരു നിർദ്ദേശമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. ഡാം സുരക്ഷിതമാണ് എങ്കിൽ അത്തരത്തിലുള്ളൊരു നിർദ്ദേശത്തിൻ്റെ പോലും ആവശ്യമില്ല. മറിച്ച് എല്ലാ കാലവും സുരക്ഷിതമായ ഒരു മാർഗം എന്ന നിലയിൽ ടണൽ ഒഴിച്ച് ജലനിരപ്പ് താഴ്ത്തി മുല്ലപ്പെരിയാറിൻ്റെ തീരദേശവാസികൾക്ക് എക്കാലത്തേക്കും സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു നിർദ്ദേശമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശം ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുകയും അത് സുപ്രീം കോടതിയുടെ മുൻപിലെത്തുകയും സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിന്യായത്തിൻ്റെ 214 പാരഗ്രാഫിൽ ടണൽ കുഴിച്ച് ജലനിരപ്പ് താഴ്ത്തുന്നതിൻ്റെ സാധ്യതകൾ അന്വേഷിക്കണം, സാധ്യതകൾ പഠിക്കണമെന്ന് പറയുന്ന തലത്തിലേക്ക് ഈ ഒരു കാര്യം എത്തിച്ചേർന്നിരിക്കുന്നു. പുതിയ ഡാം എന്ന കാര്യത്തിൻ്റെ നിർദ്ദേശത്തെക്കാൾ പ്രാധാന്യത്തോടെ ഇന്ന് കേരളീയ സമൂഹം ഈ ടണൽ കുഴിച്ച് ജലനിരപ്പ് താഴ്ത്തണമെന്ന കാര്യം ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. നമ്മുടെ മുമ്പിൽ മറ്റ് പോംവഴികളില്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ എക്കാലത്തെയും സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു നിർദ്ദേശമാണിത്. ഇതിനെ നിങ്ങൾ അല്ലെങ്കിൽ ചാനലോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വമോ മറ്റു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ദുരുദ്ദേശപരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പരിസ്ഥിതി പ്രവർത്തകർക്കുള്ള ആവശ്യം, അവർ പറയുന്നത് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ളതാണ്. കേരളത്തിലെ 40 ലക്ഷം വരുന്ന ജനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്ക എല്ലാവരെയും പോലെ തന്നെ ഈ സമരമുഖത്തുള്ളവരും പരിസ്ഥിതി പ്രവർത്തകരും എല്ലാം പങ്കുവച്ചിരുന്നു. അവർ ആവശ്യപ്പെട്ടത് ഈ ഡാമിനെ ഡീകമ്മീഷൻ ചെയ്യണം എന്നതാണ്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ സർക്കാർ എല്ലാം
പുതിയൊരു ഡാം വേണം എന്ന ആവശ്യം, പുതിയ ഡാം പുതിയ കരാർ എന്നതായിരുന്നു സർക്കാരിൻ്റെ മുദ്രാവാക്യം. അപ്പോൾ ഇതിലേത് പക്ഷത്താണ് താങ്കൾ നിൽക്കുന്നത്? ഇവിടെ ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഡാം പൂർണ്ണമായി പൊളിച്ചു മാറ്റുക എന്നുള്ളതല്ല. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരിക്കുന്നത് നിലവിലുള്ള ഒരു ഡാമിലെ ജലനിരപ്പ് 50% താഴ്ത്തിയാൽ ആ ഡാം ഡീകമ്മീഷൻഡ് ആയിട്ട് പരിഗണിക്കാം എന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ മാർഗരേഖ അങ്ങനെയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 50 അടി ടണൽ വരുമ്പോൾ 50%-ലേറെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് താഴുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ മുദ്രാവാക്യം ഒരെണ്ണം മാത്രമായിരുന്നില്ല, പുതിയ ഡാം പുതിയ കരാറെന്ന് മാത്രമായിരുന്നില്ല. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുക, തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ, ഇതൊക്കെ ഞങ്ങൾ ചപ്പാത്തിലെ തെരുവിൽ ഉറക്കെ വിളിച്ച് നടന്നിരുന്ന മുദ്രാവാക്യം തന്നെയാണ്. മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണേണ്ട ഒരു കാര്യം, മുദ്രാവാക്യങ്ങൾ സ്ഥായിയായി ഒരെണ്ണമല്ല, അത് പ്രശ്നപരിഹാരത്തിനുള്ള ഉപാധികളാണ്. ഇവിടെ പ്രശ്നപരിഹാരത്തിനുള്ള ഉപാധികൾ നമ്മൾ നിർദ്ദേശിക്കുമ്പോൾ ഇപ്പം പിരിച്ചുവിട്ട തൊഴിലാളിയെ തിരിച്ചെടുക്കുക എന്നതൊരു പ്രശ്നപരിഹാരത്തിനുള്ള ഉപാധിയാണ്. പക്ഷേ തിരിച്ചെടുക്കുകയില്ല എന്ന് കമ്പനി വാശി പിടിക്കുമ്പോൾ തൊഴിലാളിക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കാം. ഇത്തരത്തിൽ അപ്പം മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് യഥാർത്ഥ പരിഹാരം നിർദ്ദേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുദ്രാവാക്യങ്ങൾ അപ്രസക്തമാകും. നമ്മളുടെ ഒരു മുദ്രാവാക്യം മാത്രമേ കേരളത്തിനുള്ളൂ എന്ന്, അല്ലെങ്കിൽ കേരളം വിളിക്കാൻ പാടുള്ളൂ എന്ന ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇത്തരത്തിലുള്ള നിലപാടുകളാണ് ഇന്ന് നമുക്കേറ്റ തിരിച്ചടി എന്ന് വേണം പറയാൻ. NK പ്രേമചന്ദ്രൻ, 100 വർഷത്തിലധികം പഴക്കമുള്ള 3 ഡാമുകൾ മാത്രമാണ് ഇന്ന് ലോകത്ത്, 4 ഡാമുകൾ മാത്രമാണ് ഇന്ന് ലോകത്തിലുള്ളത്. അതിൽ 3 മുല്ലപ്പെരിയാർ ഒഴികെ ബാക്കിയെല്ലാം സംഭരണശേഷി പകുതിയാക്കി കഴിഞ്ഞു. അപ്പോഴാണ് ഇവിടെ ജലനിരപ്പ് 142 അടിയായി ഉയർത്താമെന്ന് സുപ്രീം കോടതി പറയുന്നത്. കേരളം എല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുള്ള ആശങ്ക ഇവിടുത്തെ ഡാമിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണ്. സ്വാഭാവികമായി കേരളത്തിലെ പ്രധാന ജില്ലകൾ, മനുഷ്യവാസമുള്ള മേഖലകളെല്ലാം അപകടത്തിൽപ്പെടും എന്നുള്ളതാണ്. നിയമസഭ നിയമം കൊണ്ടുവരുന്നു, ഇക്കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. പക്ഷേ സുപ്രീം കോടതിയിലെത്തുമ്പോൾ ഈ കേസ് പരാജയപ്പെടുന്നു. തമിഴ്നാടിൻ്റെ വാദമുഖങ്ങൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പെരിയാർ പാട്ടക്കരാർ റദ്ദ് ചെയ്യണമെന്ന ആവശ്യമാണ് താങ്കളെപ്പോലുള്ളവർ ഉന്നയിക്കുന്നത്. ഇനി എന്താണ് കേരളത്തിന് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക, മുന്നോട്ട് പോകാൻ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടുള്ള പോംവഴികൾ ഒന്ന് പുനരവലോകന ഹർജി അല്ലെങ്കിൽ റിവ്യൂ ഹർജി ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ സാധ്യതകൾ വളരെ പരിമിതമാണ്. കാരണം ഇതേ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെയാണ് വീണ്ടും ഒരു റിവ്യൂ ഹർജി സമർപ്പിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സാധ്യത വളരെ പരിമിതമാണ്. പിന്നീട് സുപ്രീം കോടതി തന്നെ 2 നിർദ്ദേശങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ശ്രീ CP റോയ് സൂചിപ്പിച്ചതുപോലെ 213ഉം 214 ഖണ്ഡികകളിൽ സൂചിപ്പിച്ചിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 2 സംസ്ഥാനങ്ങൾ കൂടി സഹകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പുതിയ ഡാമിനെ സംബന്ധിച്ച് സുപ്രീം കോടതി ആലോചിക്കാൻ സന്നദ്ധമാണ്. ഒന്ന്. രണ്ടാമത്തേത് അദ്ദേഹം സൂചിപ്പിച്ച ടണലുമായി ബന്ധപ്പെട്ട നിർദ്ദേശം. അതിൽ അദ്ദേഹം പറഞ്ഞതിനോടുള്ള വിയോജിപ്പിൻ്റെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, സ്ഥായിയായ മുദ്രാവാക്യമില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പുതിയ ഡാം പുതിയ കരാർ എന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടാണ് ചപ്പാത്തിൽ സമരം തുടങ്ങിയത്. ശ്രീ CP റോയ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഞാൻ അവിടെ ചെല്ലുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ആ മുദ്രാവാക്യമായിരുന്നു. ഈ ടണൽ എന്ന് പറയുന്ന പുതിയ നിർദ്ദേശം എങ്ങനെ ഏത് രൂപത്തിൽ വന്നു എന്നതിനെ സംബന്ധിച്ചിപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ ഈ പുതിയ ടണൽ എന്ന് പറയുന്ന നിർദ്ദേശം എന്തുകൊണ്ട് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറായില്ല? പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ നാടകീയമായി അദ്ദേഹം സമരസമിതിയുടെ നേതൃസ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ഡാമല്ല നമുക്ക് ആവശ്യം, ടണലാണ് ആവശ്യം എന്ന നിലയിലേക്ക് വരുന്നത്. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ വിശ്വാസ്യതയുടെ ഏറ്റവും വലിയ പ്രശ്നമുണ്ട്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എംപവേർഡ് കമ്മിറ്റിയുടെ ശുപാർശകളിലൊന്നായി, ബദൽ നിർദ്ദേശങ്ങളിലൊന്നായി ഈ നിർദ്ദേശം വരുന്നു. ആ നിർദ്ദേശം വരുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ പ്രതിനിധിയായി എംപവേർഡ് കമ്മിറ്റിയിൽ നിയോഗിതനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജസ്റ്റിസ് KT തോമസ്, അദ്ദേഹം സ്വാഭാവികമായും കേരള ഗവൺമെൻറ്റുമായി ഈ പ്രശ്നം ചർച്ച ചെയ്യേണ്ടതായിരുന്നു. എന്താണ് കേരള സ്റ്റേറ്റിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട്? നിങ്ങൾ എന്നെ ഈ കമ്മിറ്റിയിലേക്ക് നിയോഗിച്ചിരിക്കുന്നു, ഇങ്ങനെ ഒരു പുതിയ പ്രപ്പോസൽ വന്നിരിക്കുന്നു, നിങ്ങളുടെ നിർദ്ദേശം എന്താണ് ഇതിൻ്റെ സാധ്യതകൾ? അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. അപ്പോൾ ഈ ടണൽ എന്ന് പറയുന്ന നിർദ്ദേശം ആ തരത്തിലൊരു ചർച്ച നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ സമരസമിതിയെ പോലും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു ചർച്ച നടത്തിയില്ല. ഞാൻ മനസ്സിലാക്കുന്നു ശരിയെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ അത്തരത്തിലൊരു ചർച്ച നടത്തിയില്ല. അപ്പോൾ ഈ ടണൽ എന്ന നിർദ്ദേശം വരുന്നത് തന്നെ തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം
ഈ ടണൽ എന്ന നിർദ്ദേശം വന്നു കഴിയുമ്പോൾ ഇപ്പോൾ 104 അടി ഉയർന്നു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ തമിഴ്നാടിന് വെള്ളം കിട്ടൂ. ഇപ്പോൾ തന്നെ 109 അടി ഇന്നിപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൽ റിസർവോയറിൽ വെള്ളമുണ്ട്. പക്ഷേ 4 അടി 5 അടി മാത്രമേ വെള്ളം എടുക്കാൻ പറ്റൂ. ഈ 104 അടി എന്നുള്ളത് 50 അടിയായി താഴ്ത്തുമ്പോൾ 50 അടിയിൽ വെള്ളം വരുന്ന 50 അടിക്ക് മുകളിൽ വരുന്ന വെള്ളം ഡ്രോ ചെയ്യാൻ തീർച്ചയായിട്ടും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം കഴിയും. അപ്പോൾ ലഭ്യമായിട്ടുള്ള മുഴുവൻ വെള്ളവും തമിഴ്നാടിന് ഡ്രോ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. ഒന്ന്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്ന സർപ്ലസ് വാട്ടർ പോലും 136 അടി കഴിഞ്ഞാൽ ലഭിക്കുന്ന സർപ്ലസ് വാട്ടർ പോലും കേരളത്തിന് ഡൗൺ സ്ട്രീം വാട്ടർ എന്ന നിലയിൽ ലഭിക്കാത്തൊരു സ്ഥിതി ഉണ്ടാകും. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, ഈ തേക്കടി തടാകം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. വന്യജീവി സംരക്ഷണ കേന്ദ്രം ഉൾപ്പെടെയുള്ള ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ളൊരു മേഖലയാണ്. ആ മേഖലയും ഏതാണ്ട് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ ഈ കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ചർച്ചയാണ്. ഏത് ഓപ്ഷനും ചർച്ച ചെയ്യാൻ ഇവിടെ എല്ലാവരും സന്നദ്ധമാണ്, തയ്യാറാണ്. പ്രത്യേകിച്ചും എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു സുപ്രീം കോടതി വിധി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അപ്പോൾ ഈ ടണൽ നിർദ്ദേശമായാലും പുതിയ ഡാമിന്റെ നിർദ്ദേശമായാലും ഇതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലും ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ ചർച്ച ചെയ്യണം. ഏറ്റവും കുറഞ്ഞത് ഈ കാര്യം തോമസ് ഐസക് അദ്ദേഹം ടെലിഫോണിലാണ്. ശ്രീ തോമസ് ഐസക്, ദയവായി താങ്കൾ ക്ഷമിക്കണം. ഞങ്ങളുടെ ബാക്ക് പാക്കിന് മഴ പെയ്തത് കാരണം റേഞ്ച് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് താങ്കളെ ടെലിഫോണിൽ എടുക്കേണ്ടി വന്നത്. ദയവായി താങ്കൾ സഹകരിക്കണം, ക്ഷമിക്കണം. ശ്രീ തോമസ് ഐസക്, താങ്കൾ പറയൂ. ഈ സുപ്രീം കോടതി വിധിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പ്രതിഷേധത്തിലൂടെ സമരത്തിലൂടെ സുപ്രീം കോടതി വിധിയെ മറികടക്കാനാവില്ല. ഇന്നിപ്പോ തന്നെ ഉടനെ റിവ്യൂ ഹർജി കൊടുത്താലും ഫലം ഇപ്പൊ പ്രേമേന്ദ്രൻ പറഞ്ഞതുപോലെ ഇപ്പൊ വന്നിരിക്കുന്ന വിധിയിൽ നിന്ന് വ്യത്യസ്തമാകുക പ്രയാസം. രണ്ട് കാര്യങ്ങൾ കരണീയമായിട്ട്. ഒന്ന്, നമ്മുടെ പഠനം എന്ത് ഊർക്കിയുടെ IIT പഠനത്തിൽ വന്ന് അവസാനിച്ചു നിൽക്കുന്നു. ആ പഠനത്തിന്റെ വിശ്വാസ്യതയാണല്ലോ സുപ്രീം കോടതി ഇപ്പൊ അംഗീകരിക്കാൻ. കേരളത്തിന്റെ താല്പര്യമാണ് ഇത് സംബന്ധിച്ച് അന്തർദേശീയ തലത്തിൽ തന്നെ ഏറ്റവും കഴിവുറ്റ ശാസ്ത്രജ്ഞന്മാര്, സ്ഥാപനങ്ങൾ ഇവയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ന് സുപ്രീം കോടതിയും തമിഴ്നാട് വിദഗ്ധന്മാരും എല്ലാം ഉയർത്തിയിട്ടുള്ള ഡാം സേഫ്റ്റി സംബന്ധിച്ച അവരുടെ വാദങ്ങൾക്ക് മറുപടി കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിനി അടുത്ത കേസാവുമ്പോഴല്ല കാത്തു വെക്കേണ്ടത്, നമുക്ക് എത്ര മുമ്പ് തുടങ്ങാമെന്നായിരുന്നു. ഇത് നമ്മൾ വളരെ ചിട്ടയായിട്ട് ഈ പ്രവർത്തനം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ടണല് വേണോ വേണ്ടതെന്നൊക്കെ നമ്മൾ തന്നെ ഒരുപാട് ചർച്ച ചെയ്യേണ്ടതാണ്. ടണലിന് നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒട്ടേറെ വശങ്ങളുണ്ട് എന്നൊരു സംശയമില്ല. സുരക്ഷ ഉറപ്പുവരുത്താൻ സഹായിക്കുമെങ്കിലും അത് നമുക്ക് ഇന്ന് ലഭ്യമാകുന്ന അധിക ജലമില്ലാതാക്കും, നമ്മുടെ വന്യജീവി സങ്കേതത്തിന്റെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തും. അപ്പോൾ ഇതിന്റെ എല്ലാം വരും വരായികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ അയൽ സംസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ സുരക്ഷ, തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷ, അത് എങ്ങനെ ഉറപ്പുവരുത്താനാവും എന്നതിനെ കുറിച്ച് ഉഭയകക്ഷി അടിസ്ഥാനത്തിലുള്ള ചർച്ച അനിവാര്യമാണ്. അതിലെ മുൻകൈ എടുക്കേണ്ട കേന്ദ്ര സർക്കാർ ഇരു സംസ്ഥാനങ്ങളെയും ഒരുമിച്ച് നിർത്തുകയും ചർച്ച ചെയ്യുകയും പരിഹാരങ്ങൾ അവരുടേതായ നിർദ്ദേശങ്ങൾ വെക്കുകയും അങ്ങനെ ഒരു പ്രോസസ്സിന് നേതൃത്വം നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ പരിപൂർണമായിട്ട് പരാജയപ്പെട്ടു. ഇനിയെങ്കിലും ഒരു അന്തർ സംസ്ഥാന ജനങ്ങളുടെ തമ്മിലുള്ള തർക്കമായിട്ട് മാറാതെ ഇതിന് രമ്യമായൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ നമ്മൾ തുടങ്ങി.